ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം തുടർന്ന് ആം ആദ്മി പാർട്ടി. ഡൽഹി മദ്യനയ അഴിമതി കേസ് ബിജെപിയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ഓഫീസിന് മുന്നിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഓഫീസ് ഡൽഹി പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നിയന്ത്രണത്തിലാണെന്നും ഓഫീസ് പൂട്ടി മുദ്രവെച്ചിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടലുണ്ടാകണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യവ്യാപകമായി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഡൽഹി മദ്യനയം സുതാര്യമാണെന്നും ബിജെപിയുടെ വില കുറഞ്ഞ പകപോക്കൽ രാഷ്ട്രീയമാണ് കെജ്രിവാളിനെതിരെയുള്ള കേസെന്നും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. കോഴ വാങ്ങുന്നത് ബിജെപി ആണെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയ്ക്കെതിരെ ഇഡി അന്വേഷണം വേണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നു. അരബിന്ദോ ഫാർമയുടെ ഉടമ ശരത് ചന്ദ്ര റെഡ്ഡി പ്രതിയിൽ നിന്ന് സാക്ഷിയിലേക്ക് മാറിയതും ശരത് റെഡ്ഡിയുടെ മൊഴി കണക്കിലെടുത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമെല്ലാം ഗൂഢാലോചന വ്യക്തമാക്കുന്നതാണെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. അരബിന്ദോ ഫാർമ ബിജെപി ഇലക്ട്രൽ ബോണ്ട് നൽകിയതും ദുരൂഹമാണെന്നും ഇക്കാര്യത്തിൽ ജെ.പി. നദ്ദയെ ചോദ്യം ചെയ്യാൻ ഇഡി തയ്യാറാകണമെന്നും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നു. അതേസമയം ഇഡിയുടെ കസ്റ്റഡിയിൽ തുടരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ BRS നേതാവ് കവിതയെയും കെജ്രിവാളിനെയും ഒന്നിച്ചിരുത്തി ഇഡി ചോദ്യം ചെയ്തേക്കും. മദ്യനയ അഴിമതിയുടെ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളെന്ന് ഇഡി പറയുന്നു. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും കെജ്രിവാൾ രാജിവെക്കണമെന്ന BJP ആവശ്യം ആം ആദ്മി പാർട്ടി തള്ളിക്കളഞ്ഞു. AAP കൺവീനർ കൂടിയായ കെജ്രിവാളിന്റെ അഭാവത്തിൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ രാഷ്ട്രീയകാര്യ സമിതിയാണ് കൈക്കൊള്ളുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധത്തെ നയിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.